വിശ്വാസികൾ അതിലുള്ള നന്മയിലേക്ക് നോക്കുന്നവരായിരിക്കും എന്നുള്ളത്. മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആഴത്തിലുള്ള ഒരു ഹദീസിൽ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്, നാളെ ഖിയാമത്ത് നാളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലും ഇന്ന് നിങ്ങളുടെ കയ്യിലൊരു വൃക്ഷം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടാതിരിക്കരുത് എന്നുള്ളതാണ്. ഖിയാമത്ത് നാളെന്നുള്ളത് ഏറ്റവും വലിയൊരു പരീക്ഷണം, അഭിവരിക്കാനിരിക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണമാണ്. ആ ഒരു പരീക്ഷണം മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിലും നിങ്ങൾ നിങ്ങളുടെ നന്മ ചെയ്ത് മുന്നേറുക എന്നുള്ള സാഹചര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ആ സന്ദർഭത്തിലെല്ലാം ആ സാഹചര്യത്തിനനുസരിച്ച് മാറി മറിയുന്നവരല്ല വിശ്വാസികളായിട്ടുള്ള ആളുകൾ. അവർ ഒരേ സന്ദർഭത്തിൽ ഒരേ രൂപത്തിൽ നിലനിൽക്കുന്നവരായിരിക്കും. ദുനിയാവ് എന്നുള്ളത് ആ രൂപത്തിലാണ്. ദുനിയാവിൽ ഒരു ECG ഗ്രാഫ് പോലെ അതിങ്ങനെ മാറി മറിഞ്ഞ് ആ ഫ്ലക്ച്വേഷൻ ദുനിയാവിലുടനീളം കാണാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇരുട്ടും വെളിച്ചവും മാറി മറിയുന്നത് പോലെ ഓരോ ഇരുട്ട് വരുന്ന സന്ദർഭത്തിലും പ്രഭാതം വരാനുണ്ടെന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരായിരിക്കും വിശ്വാസികൾ. അപ്പോൾ ദുനിയാവ് ആ രൂപത്തിലാണ്. അത് ദുനിയാവിന് യഥാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുക. അതായത് ദുനിയാവിൻ്റെ ആ ഒരു മാറി മറയലുകൾ തന്നെ യഥാർത്ഥത്തിൽ നമ്മോട് ദുനിയാവിനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതല്ല നിങ്ങളുടെ ലോകം. നിങ്ങൾ സെറ്റിലാകാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ഇവിടെയല്ല. നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആ മരണാനന്തര സ്വർഗ്ഗമാണ് നിങ്ങൾക്കുള്ളത്. കാരണം അവിടെ നമുക്കറിയാം, അവിടെ ആ ഗ്രാഫ് നേരെയാണ്. അവിടെ മാറിമറിയലുകളിൽ എല്ലാ ആളുകളും സമപ്രായക്കാരാണ്. അതേപോലെ തന്നെ എല്ലാ ആളുകളും ഒരേ കാലാവസ്ഥ, അതെല്ലാം ഒരേ രൂപത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അവിടേക്ക് വേണ്ടി ആ ഒരു സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് ദുനിയാവിൽ നിങ്ങൾ പണിയെടുക്കാൻ. ദുനിയാ മസ്റഉൽ ആഖിറ, അതിനു വേണ്ടിയുള്ള കൃഷിയിടാണ് ദുനിയാവ് എന്ന് ദുനിയാവ് തന്നെ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സാഹചര്യങ്ങളുടെ ഈ മാറിമറയലുകൾ അത് വിശ്വാസികൾക്ക് മാത്രമല്ല, മറിച്ച് അത് വിശ്വാസി അവിശ്വാസി എന്ന് വ്യത്യാസമില്ലാതെ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അത് മുഴുവൻ ആളുകൾക്കും അതേ രൂപത്തിലാണ്. ഈ പ്രകൃതി തന്നെ ആ രൂപത്തിലാണ്. മനോഹരമായിട്ടുള്ള ഒരു ഉദ്ധരണി കുറിക്കുന്നത്, വളരെ ആകർഷിച്ച ഒരു ഉദ്ധരണി. ആഫ്രിക്കയിലുള്ള ഏതോ ഒരു വന്യ സംരക്ഷണ കേന്ദ്രത്തിന് മുന്നിൽ സൂചിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കപ്പെട്ടൊരു ഉദ്ധരണി. അവർ പറയുന്നുണ്ട്, ആഫ്രിക്കയിൽ ഓരോ ദിവസവും പ്രഭാതത്തിൽ അവിടെയുള്ള ഒരു മാൻ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ ആ മാനിനറിയാം, ഇവിടെയുള്ള ഏറ്റവും വേഗതയുള്ള സിംഹത്തേക്കാൾ വേഗത്തിൽ ഞാൻ ഓടിയാൽ മാത്രമേ എനിക്കിവിടെ നിലനിൽപ്പുള്ളൂ, അതല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇരയാക്കപ്പെടും. ആ ഒരു ബോധത്തോടു കൂടെയാണ് അവിടെയുള്ള ഓരോ മാനുകളും എഴുന്നേൽക്കുന്നത്. അതായത് ഇവിടെ ഏറ്റവും വേഗതയുള്ള സിംഹത്തേക്കാൾ വേഗത്തിൽ ഇന്ന് ഞാൻ ഓടേണ്ടതുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് തിരിച്ചു വരാൻ പറ്റൂ. അതേ സന്ദർഭത്തിൽ അവിടെ ഉണർന്ന് എഴുന്നേൽക്കുന്ന ഓരോ സിംഹത്തിനും അറിയാം, ഇവിടെയുള്ള ഏറ്റവും വേഗത കുറഞ്ഞ മാനിനേക്കാൾ വേഗത്തിൽ ഞാൻ ഓടേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് വല്ലതും ലഭിക്കൂ, അതല്ലെങ്കിൽ ഞാനിവിടെ പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. അതിനുശേഷം അവസാനം അവർ സൂചിപ്പിക്കുന്നത്, നിങ്ങൾ മാനാകട്ടെ സിംഹാകട്ടെ സൂര്യൻ ഉദിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ